ഒരു കാർട്ടൂണിൻ്റെ നെയിമുള്ള ഒരു ഫിഷിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാവ് ചത്തിരിക്കണ വല്ല ആണോ അത് കാണിച്ചു തരാം നിങ്ങൾ, കാരണം നിങ്ങളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മെയിൻലി എടുക്കാൻ വേണ്ടി പോയത് നമ്മൾ മിക്കി മൗസ്. എൻ്റെ അമ്മോ, ഇത് നല്ലതായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഇതേ പോകുന്നു. ഇവിടെ നമ്മൾ ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോയി അവിടെ വെക്കുമ്പോൾ നമ്മൾ മേടിച്ച നമ്മളെ ഫിഷസ്. രാവിലെ സമയം 7 മണിയാട്ടോ. നമ്മുടെ കൂട്ടിൻ്റെ ഇങ്ങോട്ട് വന്നേക്കാണ്. ഒരു പ്രത്യേക ലൈറ്റിങ് അല്ലേ, അടിപൊളി. അപ്പോൾ അത് നിധി പോയി ഡോറ് തുറക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ആൾക്കാരൊക്കെ നമ്മൾ ഡോറ് തുറക്കുന്നതന്നെ കേട്ടോ. രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ തന്നെ നമ്മൾ കിളിക്കൂടിൽ കയറാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ രാത്രി കൊണ്ടുവന്ന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ടു കേട്ടോ. ഒരു സാധനമല്ല, കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടു. നമ്മൾ പുതിയൊരു ഷോപ്പിലോട്ട് പോയി. ആ ഷോപ്പിൽ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ സാധനം ഈ ടാങ്കിലേക്ക് കൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ പുതിയ ടാങ്കിലേക്ക് നമ്മൾ എടുക്കാത്ത കുറച്ചധികം പുതിയ വെറൈറ്റീസ് നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. ഇൻട്രോ ഇന്നാണ് എടുക്കുന്നത്. വീഡിയോ ഇന്നലെ നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ ഒരു സെക്ഷൻ, അവിടെ ഒരു സെക്ഷൻ. അപ്പോൾ എന്താ നിങ്ങൾക്ക് കാണണ്ടേ കൊണ്ടുവന്നേക്കുന്നത് എന്താണെന്ന്. ഒരു കാർട്ടൂണിൻ്റെ നെയിമുള്ള ഒരു ഫിഷിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ. കുറേ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാൽ എടുത്ത് നമ്മൾ ഈ ടാങ്കിലോട്ട് ഇട്ടിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. അതുകൊണ്ട് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തപ്പോൾ ഈ ടാങ്കിലോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. സ്ഥിതിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നല്ല വാങ്ങിച്ചത്, അടിപൊളിയായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യാം, അധികം ഞാൻ ക്യൂരിയസ് ആക്കുന്നില്ല. നിങ്ങളെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ അണ്ടർ വാട്ടർ വിഷയിലൊക്കെ എടുത്ത് വെച്ചേക്കാം. ക്ലോസ് ആയിട്ട് കാണിച്ചിടാം. ഓക്കെ, എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മളിന്ന് പർച്ചേസിന് പോകാൻ വേണ്ടി ഇറങ്ങുന്നത്. നമ്മളെ വണ്ടി കുറേ അധികം സ്ഥലത്തൊക്കെ പോയിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഡേ ലക്കിയെ പോലെ ഉണ്ടല്ലേ. കയറിപ്പോയി, അകത്തോട്ട് കയറിപ്പോയാ. സമയം വന്നിട്ട് 6:15 കേട്ടോ. വന്ന് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അതെ, വീതിയുടെ അടുത്ത്. ഇതാണ് പപ്പിയുടെ ഉടമസ്ഥൻ അല്ലേ നമ്മൾ ഉണ്ണിക്കുട്ടൻ. ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളെ കുഞ്ചാലമൂട് ഷോപ്പിലോട്ടാണ് പോകുന്നത്. അവിടെ 2-3 പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി എടുക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. അതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. അപ്പോൾ ഇന്ന് മിക്കവാറും നിധി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അല്ലേ നിധി? നമ്മൾ എടുക്കാത്ത വെറൈറ്റീസ് എടുക്കണം കേട്ടോ അവിടുന്ന്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ ഷോപ്പിലോട്ട് എത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് മേടിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പോൾ നിധിയാണ് ഒന്ന് സെലക്ട് ചെയ്യുന്നത്. ആ വെറൈറ്റി എടുക്കണം കേട്ടോ, മിക്കി മൗസ്. കുറച്ച് വെറൈറ്റീസിനെ മാത്രം കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പേരെ കാണിച്ച് നിങ്ങൾക്ക് ബോറാക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ സീബ്രാസാണ്. നമ്മൾ സീബ്രാസിനെ എടുത്തിട്ടില്ല. ഇവിടെ ഈല് കിടപ്പുണ്ട് കേട്ടോ. നോക്കി, നൈസ്. ഇതെങ്ങോട്ട് നോക്കിയേ, ഒരുപാട് പേരുണ്ട്. ഇതേ പോകുന്നു കണ്ടോ. ഇതും ഗൗരിയാണ് കേട്ടോ, നൈസല്ലേ. കുറച്ച് ഗപ്പീസ് ഉണ്ട് കേട്ടോ. സാധാ ഗപ്പീസാണ് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഇത് നൈസായിട്ടുണ്ട്. ഇതെടുക്കാൻ മതി. എൻ്റെ കൂടെ ക്യാറ്റ് ഫിഷ് റെഡ് ആയി ആണല്ലേ ഇവര്. ഓക്കെ, കൂട്ടത്തിടാമല്ലോ ബ്രോ ഇവരെ. ഓക്കെ, ഇവിടെ നിന്നുള്ള കുറച്ച് വെറൈറ്റീസ് എടുക്കാം അല്ലേ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ ഇവിടെ വന്ന് അടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് ലൈറ്റ് കുറവായതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതിൻ്റെ ടെയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു മിക്കി മൗസിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ ടെയിൽ വന്നിട്ട്. വീട്ടിൽ പോയി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഇതിനെ എടുക്കാനായിട്ടാണ് മെയിൻലി വന്നത്. ദേ ഇവിടെ ഒരു ലോഡ് നമ്മളെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്. ഇവിടെ നമ്മളെ വിഡോസ് കിടപ്പുണ്ട് കേട്ടോ. വിഡോസ് ഇനി നമ്മൾ ടാങ്കിലോട്ട് ക്വാണ്ടിറ്റി കൂട്ടണോ വേണ്ടി നിങ്ങൾ പറയാം കേട്ടോ. 10-20 പീസ് നമ്മൾ എടുത്തെന്ന് തോന്നുന്നു. നമ്മുടെ ഗൗരിയുടെ വെറൈറ്റി തന്നെയാണ് കേട്ടോ. നൈസായിട്ടുണ്ടല്ലേ, ഒരു ഗോൾഡൻ കളർ. ഇതേ അടിപൊളിയല്ലേ. ഇതേ നമ്മുടെ ഓസ്കാർ കിടക്കുന്നു. നൈസ്. ഇത് നമ്മളെ പ്ലാറ്റീസാണ് കേട്ടോ. കൊള്ളാമല്ലേ, നമ്മൾ എടുത്തിട്ടുണ്ട് പ്ലാറ്റി. അതിൻ്റെ വേറൊരു സ്റ്റൈൽ നമ്മുടെ ബലൂൺ മോണീസ് അല്ലേ ബ്രോ ഇത്? ഓ, ഹൈബ്രിഡ് ആണ് കേട്ടോ. നമ്മളെ ഏഞ്ചൽസ് ആണ്. കൊള്ളാമല്ലേ. വെട്ടമുള്ളപ്പോൾ കയറിയതാ. ഇരുട്ടിയപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത് കേട്ടോ. ഏകദേശം 7 വെറൈറ്റീസ് എടുത്തു. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ബാ. സമയം വന്നിട്ട് 9:40 കേട്ടോ. നമ്മളിതേ വീട്ടിലോട്ടെത്തി. യെസ്, നമ്മളിന്ന് നമ്മളെ പെറ്റ്സിന് വേണ്ടി പർച്ചേസ് ചെയ്തു. വീട്ടിലത്തേക്ക് വേണ്ടി എവിടേക്കോ പോയല്ലേ, ഒരു ഡേ പോയത് അറിഞ്ഞില്ല കേട്ടോ. തിങ്കളാഴ്ച ദിവസം പോയ പോക്ക്. ഇന്നലെ ഒരുപാട് പണികളായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെല്ലാവരും എടുക്കണ്ടേ? ബാ, ഇവരെല്ലാവരും എടുത്ത് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാം, റിലീസ് ചെയ്യാം. ഇപ്പോൾ തന്നെ എല്ലാവരും വിളി തുടങ്ങി. ലക്കി വിളി തുടങ്ങി, തക്കുട് വിളി തുടങ്ങി,
പൂച്ചകൾ എല്ലാത്തിനും വിളി തുടങ്ങിയല്ലേ ഫുഡ് കൊടുക്കാൻ വേണ്ടി. യെസ്, എൻ്റെ അമ്പോ ഒരു ലോഡ് സാധനങ്ങൾ കേട്ടോ. ഇത് പിടിച്ചോ, ഞാൻ ഓരോന്നായിട്ട് എടുക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ഹാംസ്റ്റേഴ്സിനുള്ള ഫുഡാണ് കേട്ടോ. അവർക്ക് മുളപ്പിക്കുന്ന സീഡ്, അത് ഹാംസ്റ്റേഴ്സിന് മാത്രമല്ല നമ്മളെ ബേർഡ്സിനും കൊടുക്കാം. ഇത് നമ്മളെ കോഴികൾക്കാണ്. കോഴികളെ നിങ്ങൾ കണ്ടു കാണത്തില്ല, അത് നിധിയുടെ ഇഷ്ടത്തിന് വളർത്തുന്നതാണ്. 5 എണ്ണം ഉണ്ടാടി, 5 കോഴി, നാടൻ കോഴി. ഇത് വന്നിട്ട് നമ്മുടെ ആഫ്രിക്കൻ മിക്സും നമ്മുടെ പ്രാവിൻ്റെതും. ഇത് വന്നിട്ട് നമ്മുടെ ഫിഷ് ഫുഡ് തന്നെയും. ഇത് ഇത്രയും വന്നിട്ട് നമുക്കുള്ളത്. അതെ, ഇത് മൊത്തം വീട്ടിലത്തേക്കുള്ളത്. എൻ്റെ അമ്മോ, ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അവസാനം ഓക്കെ, നമ്മൾ മേടിച്ച നമ്മളെ ഫിഷസ് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ മെയിൻലി എടുക്കാൻ വേണ്ടി പോയത് നമ്മളെ മിക്കി മൗസ് പ്ലാറ്റീസിനെയാണ്. അപ്പോൾ എന്തായാലും അവരെ ഒന്ന് നോക്കണം. ഇതേ മുകളിൽ ഒരുത്തം നിൽക്കാൻ നോക്കേ, വിശന്ന് കരിഞ്ഞു കാണും. നമ്മൾ രാവിലെ പോയതല്ലേ. കാർത്തവും വന്നിരിക്കുന്നു. എന്താ മേടിച്ചോണ്ട് വന്നേക്കണേ? നോക്കരുത്. എന്നാലും എന്തെങ്കിലും ഒരു ഫിഷിൻ്റെ ഒരു ഗസ്. ആ അല്ല, നമ്മൾ പുതിയ ടാങ്കിലോട്ടാ. നമ്മൾ 2-3 വെറൈറ്റീസ് കിട്ടിയിട്ടുണ്ടല്ലേ നിധി? യെസ്, 2-3 വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ട്. കാർത്തു നീ നോക്കിക്കോ. ദേ ഇതാണ് സാധനങ്ങൾ. ആൾക്കാർ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോയി അവിടെ വെക്കുമ്പോൾ കാണിച്ചു. വീടോ രാത്രി സമയം നമ്മൾ കയറുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ. കാരണം ആരൊക്കെ എവിടെയൊക്കെ കയറി ഇരിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ദേ നമ്മളെ ടാങ്ക് ആർക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ, അതെന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. പുല്ല് മുഴുവനും എടുത്ത് മാറ്റി കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതെ ആർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതെ ടെമ്പറേച്ചറും ടാലി ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇവിടെ നമ്മൾ ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു വെട്ടമൊക്കെ കിട്ടും. അപ്പോൾ അതെ നമുക്ക് ഓരോ ആൾക്കാരായിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഗൗരാസ് ഒരു വെറൈറ്റി അല്ല കേട്ടോ, ഇതിനകത്ത് 2 വെറൈറ്റീസ് ഉണ്ട്. നമ്മളെ ഗൗരാസ് ഓക്കെ, ഗൗരാസാണ് കേട്ടോ. ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. കാണിച്ച് തന്നിട്ട് അടുത്ത ആൾക്കാരെ ഇടാം. നമ്മളെ ഗൗരാസ് ബ്ലൂ ഗൗരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡൊക്കെ കിട്ടും, അതൊക്കെ നമുക്ക് വാങ്ങാം. ഓ നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പോഴും ടാങ്കിനകത്തുണ്ട്. ഇത് അടുത്തത് ഗൗരയുടെ തന്നെ കൊള്ളാമല്ലേ, ഒരു ബ്ലൂ നിയോണോ അങ്ങനെ എന്തോ പറഞ്ഞു. ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ മോളീസാണ് കേട്ടോ. ഇതേ ഓക്കെ, ഇത് നമ്മുടെ ഒരാൾ ഡെഡായ കേട്ടോ. ഇത്രയും ദൂരം വന്നതല്ലേ. ഇത് നോക്കിക്കേ, നമ്മുടെ കുറച്ച് വലിയ സൈസാണ് കേട്ടോ. ഈ ബ്ലൂ ഷെയ്ഡാണ് ആക്ച്വലി നമ്മളെ വലിയ ടാങ്കിൻ്റെ അകത്ത് ബ്രീഡായ കുഞ്ഞുങ്ങളായത്. ഈ ബ്ലൂ ആണ്, നമ്മൾ അന്ന് മനസ്സിലാക്കിയില്ല, ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായത്. നമ്മളെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെയാണ്. ഇവരെയൊക്കെ വലിയ വലിയ ആൾക്കാരാണത്. ഒരെണ്ണം മിക്കി മൗസ്, മനസ്സിലായോ എന്തെന്ന്? നോക്കിക്കേ, എന്താടാ നീയേ ഇതിന്റെ വാലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. മിക്കി മൗസിന്റെ ഹെഡ് പോലെ ഇല്ലേ നോക്കിക്കേ. ഓ ഇതല്ലടാ, ഇത് കളർഫുള്ള് കണ്ടില്ലേ, കളർഫുള്ള്. അതിന്റെ ടൈലോട്ട് നോക്കിയേ, ഇതാണ് മിക്കി മൗസ് പ്ലാറ്റി. അതിന്റെ കൂടെ തന്നെ വേറും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ 1x ആക്കി കാണിച്ചു കൊടുത്തേ, കാണാൻ പറ്റുമെന്ന്. ഓ അതിന്റെ കൂടെ വേറൊന്നും കൂടി ഉണ്ട്, നമ്മളെ ബലൂൺ മോളി. യെസ്, അവരെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യണേ. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ ബലൂൺ മോളിയാണ് കേട്ടോ. ബലൂൺ ഗോൾഡൻ മോളി അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത്, പേരെനിക്ക് ഓർമ്മയില്ല. കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് ഒരു കാര്യം ചെയ്യാൻ സൈഡിലൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതാണ് ആള്. ഒരു ഹെഡ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഓഹ് അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല, ആളെ അങ്ങ് വിട്ടു. അതെ, അടുത്തത് വന്നിട്ട് ഇത് നമ്മളെ പ്ലാറ്റീസാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന വെറൈറ്റീസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, ഇവന്മാർ ഭയങ്കര ചാട്ടമാണ് കേട്ടോ. ഇതാണോ കുഞ്ഞുങ്ങൾ? ഇല്ല, ഇതല്ല. പോയി ഇവന്മാരെ ചാട്ടം. ഓക്കെ, ആക്ച്വലി നമ്മൾ ആ കടയിലേ 2-3 വെറൈറ്റീസ് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പോഴത്തേക്ക് അത് തീർന്നു പോയതാണ്. അപ്പോൾ ഉള്ള വെറൈറ്റീസ് നമ്മൾ എടുത്തു. അവൻ നല്ല രസമുണ്ട്.
പുതിയ ആൾക്കാരെയും അതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ കുറച്ച് പേരെ അടുത്ത് റിലീസ് ചെയ്യണേ. കഴിഞ്ഞ വട്ടം എനിക്ക് ആൾക്കാരെ ഒന്നും കിട്ടിയില്ല. ഈ വട്ടം ഞാൻ കുറച്ചെങ്കിലും പേര് എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, എല്ലാവരും വിടുകയാണേ. ഇതെല്ലാ വെറൈറ്റീസ് എൻ്റെ കയ്യിൽ വന്നു കേട്ടോ. ഓക്കെ, നൈസ്. കാർത്തു എടുത്തോ നിനക്ക് വേണ്ടവരെ. എന്താടാ JCBയുടെ കയ്യോ? ഓ, ഇനി നിരുക്കി വിടാൻ വേണ്ടി ഒന്നും കാണൂല കേട്ടോ. ദേ കാർത്തു റിലീസ് ചെയ്യണേ. ഓക്കെ, നൈസ്. ഇനി നിധിയുടെ ടേൺ. ഓ, ഒരാൾ ചാടി രസം. ഓ ഒമ്പോ. ഓക്കെ ഓക്കെ, നൈസ്. ഇപ്പം രാത്രി കാണുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അധികം കളർ അറിയാൻ പറ്റാത്തത്. ഇവരെല്ലാവരും നാളെ രാവിലെ ഞാനൊരു അണ്ടർ വാട്ടർ വിഷ്വൽ എടുത്ത് തരാം കേട്ടോ. അടുത്ത ആൾക്കാർ എല്ലാവരും ഭയങ്കര ചാട്ടൊക്കെ കേട്ടോ. അത് നമ്മളെ മിക്കി മൗസ് പ്ലാറ്റീസാണ് ആ ചാട്ടം. ഓ പോയി, അയ്യോ. പ്രാവിൻ്റെ മുകളിലതേ വേറെ ഒരുത്തനും കൂടി. പ്രാവ് ചത്തിരിക്കണ വല്ല ആണോ അത്? തല പൊങ്ങിയാ? അത് മൊത്തം നമ്മുടെ ജാവയുടെ സൈഡായി. ദേ അവനെ നൈസായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓ 2 മുട്ട കേട്ടോ. നമ്മൾ റിങ്ഡ് ആവും എഗ് ചെയ്തതാണ് കേട്ടോ. ഇന്ന് കൊണ്ടുവന്നതിൽ ആരും ഇഷ്ടപ്പെട്ടു? ആ, അത് കൊള്ളായിരുന്നല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. നിനക്കോടി? ആ, അത് കൊള്ളാം. ബ്ലൂവോ? ആ, ഓക്കെ, ഗൗര. പക്ഷേ ആക്ച്വലി നമ്മൾ വേറൊന്നും കൂടി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ അവിടുത്തെ തിരക്കിൽ വിട്ടുപോയതാണ്. ഒരു ഗോൾഡൻ കളർ നമ്മളെ ഹണി ഗൗര ഉണ്ടല്ലോ, അതിനെയും കൂടി ഞാൻ ബുക്ക് ചെയ്തതായിരുന്നു. അതെ, മിക്കവാറും ഇൻട്രോ ഔട്ട്ഡോറൊക്കെ നാളെ രാവിലേക്ക് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ നിങ്ങൾ പോയി കണ്ടോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ. ഓക്കെ, അണ്ടർ വാട്ടർ വിഷ്വലൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടായിരിക്കും. യെസ്, അപ്പോൾ കണ്ടായിരുന്നോ? അങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരും റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ അവരെ ഒരു അണ്ടർ വാട്ടർ വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ ടാങ്ക് പയ്യാണ് കേട്ടോ നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത്. കാരണം നമ്മൾ ഒറ്റയടിക്ക് ഫിഷസിനെ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല. അതിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്ത്. അതാണ് നമ്മൾ ഈ പച്ചപ്പൊന്നും ഇപ്പോൾ ഇല്ലാത്തത്. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ പിന്നെ വരും കേട്ടോ. കാണിച്ചു തരാം നിങ്ങൾ, കാരണം നിങ്ങളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബറിന് ഒരു പെയർ ഫിഷിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി എന്താണെന്നുള്ള അപ്ഡേറ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഏത് ഫിഷിനെ ഇഷ്ടപ്പെട്ടത്? ഇനി ഏത് ഫിഷിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുക്കാനുള്ളതെന്ന് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം. ഓരോരോ ഷോപ്പിൽ പോയിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് ഈ ടാങ്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂട്ടണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ബഹളം തുടങ്ങി. ഫുഡ് കൊടുക്കാനൊക്കെ എല്ലാവർക്കും സമയമൊക്കെ ആയി. നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഇപ്പോൾ നല്ല നല്ല വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതുവരെ